സമ്പത്തുകൾ മുഴുവനും മനുഷ്യനിങ്ങനെ വാരിക്കൂട്ടുന്നത് അവന് സുഖിച്ച് ജീവിക്കുക എന്ന് മാത്രമാണ്. അവൻ ഒരേ ഒരു ചിന്തയേ ഉള്ളൂ, ഈ ദുനിയാവിലെ ജീവിതം അത് 40 ആകട്ടെ, 50 ആകട്ടെ, 60 ആകട്ടെ, 100 ആകട്ടെ, ജീവിക്കുന്ന കാലം മുഴുവനും ആസ്വദിച്ച് സന്തോഷത്തോടെ അടിച്ചു പൊളിച്ച് ജീവിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അവനെന്ത് ഇസ്ലാമാണ്, എന്ത് ഖുർആനാണ്, എന്ത് നിയമങ്ങളാണ്, എന്ത് ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. അവനൊന്നുമില്ല. പടച്ചവനെ, മുകളിൽ ആകാശവും താഴെ ഭൂമിയും, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അഭിമാനത്തോടെ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് നടക്കണമെന്നുള്ള ചിന്തയാണ് മനുഷ്യനെ ഇതുപോലെയുള്ള ചതിക്കുഴിയിലേക്ക് കൊണ്ടിടുന്നത്. എങ്കിലും നിങ്ങൾ അറിയണേ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ നിയമങ്ങളെയും സർവ്വതിനെയും അതാ തള്ളിക്കൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഈ ധനമോഹത്തിന്റെ പേരില്, ഈ പണത്തിനോടുള്ള ആർത്തിയുടെ പേരില് അടയാളമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ ചില നിയമങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ ലോട്ടറി എടുക്കുന്നവരോട് അറിയാതെ എടുക്കുന്നവർ, അറിഞ്ഞെടുക്കുന്നവർ, ഇത് പാപമാണെന്ന് അറിയാത്ത പലരുമുണ്ട്, ഇതിൽ പെട്ടുപോകുന്ന പലരുമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്തെന്നറിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പണക്കാരനാകാൻ വളഞ്ഞ വഴിയിലൂടെ പണമുണ്ടാക്കണം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ഒരു ചിന്തയേ ഉള്ളൂ, പടച്ചവനെ ഇന്നെങ്ങനെയാണ് കുറച്ചു പൈസ ഉണ്ടാക്കുക, അതിനുള്ള വഴി എന്താണ്? ഈ ഒരു ചിന്തയുമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. എങ്കിലും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രഭാതത്തിൽ എഴുന്നേക്കുമ്പോ ഒരു ചിന്തയേ ഉള്ളൂ, ഇന്ന് പണമുണ്ടാക്കണം, ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കണം എന്ന ചിന്തയോടെ എഴുന്നേക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഒരു മനുഷ്യന് ദുനിയാവ് ലക്ഷ്യം വെച്ചുകൊണ്ടാണോ എഴുന്നേക്കുന്നത്? ഒരാൾക്ക് ദുനിയാവാണോ ലക്ഷ്യം, പ്രഭാതത്തിൽ ദുനിയാവാണ് ലക്ഷ്യമെങ്കിൽ റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹൃദയത്തിൽ 4 കാര്യങ്ങളും നിർബന്ധമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യം അവൻ ചിന്തിക്കേണ്ടത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയണം, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ. എന്തിനാണ് പടച്ചവനെ സ്തുതിക്കുന്നതെന്നറിയുമോ? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം, കിടക്കപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആദ്യമായിട്ട് അൽഹംദുലില്ലാഹ് പറയടാ. എന്തിനാ പറയുന്നതെന്നറിയുമോ? മരിച്ചു കിടന്ന് എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാൻ എനിക്ക് അവസരം നൽകിയല്ലോ അല്ലാഹ്. നിസ്കരിക്കുവാനും ഖുർആൻ ഓതുവാനും പടച്ചവനെ ദിക്റുകൾ പറയുവാനും നന്മകൾ ചെയ്യുവാൻ എനിക്ക് അവസരം നൽകിയല്ലോ, അതുകൊണ്ട് അൽഹംദുലില്ലാഹ് എന്ന് റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് വേണം എഴുന്നേൽക്കാൻ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവര്, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റു, പിന്നവന്റെ ചിന്ത ദുനിയാവാണ്. ഇന്നെങ്ങനെയാണ് പൈസ ഉണ്ടാക്കേണ്ടത്, ആരെയാണ് പറ്റിക്കേണ്ടത്, ഇന്നെന്ത് ചെയ്താലാണ് പണം കൂടുതൽ കിട്ടുന്നത്, ഈ ദുനിയാവിന്റെ ചിന്ത കടന്നു വന്ന അവന്റെ ഹൃദയത്തില് 4 കാര്യങ്ങൾ അല്ലാഹു നിർബന്ധമാക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എന്ത് പറയണം? അൽഹംദുലില്ലാഹ്. എന്തിന്? മരിച്ചു കിടന്ന നിനക്ക് ഒരവസരം കൂടെ അല്ലാഹു തന്നതിന് അൽഹംദുലില്ലാഹ് ഞാൻ സ്തുതിക്കുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ചിന്ത എന്താ? ഇന്നെങ്ങനെയാണ് ഇത്തിരി പൈസ കിട്ടുക, ഇതിനസറിനെ ഇന്ന് എന്ത് ചെയ്താൽ ഇത്തിരി പൈസ ഉണ്ടാക്കാൻ പറ്റുക, ആരെ പറ്റിക്കണം അല്ലേ, അല്ലെങ്കിൽ എങ്ങനെ പൈസ ഉണ്ടാക്കുക, ദുനിയാവ്, ഇതാ നമ്മുടെ ചിന്ത.
അവന്റെ ഹൃദയത്തിൻ്റെ അകത്ത് 4 കാര്യം നിർബന്ധമാക്കി അള്ളാഹു അങ്ങ് കൊടുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. മഹാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഹമ്മല്ലാ യൻഖതിഉ അബദാ. അള്ളാന്റെ റസൂല് പറയുന്നവന്റെ ഹൃദയത്തിന്റെ അകത്ത് അള്ളാഹു 4 കാര്യങ്ങളെ നിർബന്ധമാക്കുകയാണ്. ആ 4 കാര്യങ്ങളിൽ ഒന്നാമത്തത് എന്തെന്നറിയുമോ? ഈ പറയുന്ന 4 കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടോ? എന്റെ ശബ്ദം കേൾക്കുന്നവര്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഈ പറയുന്ന 4 കാര്യങ്ങൾ നിന്റെ ഹൃദയത്തിന്റെ അകത്തുണ്ടെങ്കിൽ, ഈ 4 കാര്യങ്ങൾ നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് മനുഷ്യ. നന്നായിക്കോ, ഈ ദുനിയാവ് വലിച്ചെറിഞ്ഞോ, ആഖിറത്തിന്റെ പുറകെ സഞ്ചരിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒരു മനുഷ്യന്റെ ചിന്ത ദുനിയാവായാൽ അല്ലാഹുവിന്റെ റസൂല് പറയുന്ന ഒന്ന്, ഒരിക്കലും തീരാത്ത ടെൻഷൻ ഉണ്ടല്ലോ, അവൻ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്നാമത് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ, ഒരു കാലത്തും അവന്റെ ടെൻഷൻ മാറൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? എന്താണ് നീ ഇങ്ങനെ ഇരിക്കണേ, ടെൻഷൻ എന്താ വിഷയം? എനിക്കറിയില്ല. പലരോടും നമ്മൾ ചോദിക്കും, നിനക്ക് എന്താ പ്രശ്നം, എന്താ ക്ഷീണിച്ചിരിക്കുന്നല്ലോ, നിന്റെ മുഖം വല്ലാതെ വാടിയിരിക്കും, എന്തു പറ്റി? എന്തെന്നറിയത്തില്ല, ഒരു സമാധാനം, ടെൻഷൻ, വല്ലാത്ത ടെൻഷൻ, ഒരിക്കലും തീരൂല. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ അടുത്ത് ഒരു സഹോദരി എൻ്റെ അടുത്ത് പറഞ്ഞു, ഉസ്താദെ 30 ലക്ഷം രൂപ കടമുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എങ്ങനെ ഉറങ്ങണം? അതൊക്കെ ഉറങ്ങണം. 30 ലക്ഷം രൂപ കടമുണ്ട്, ഞാൻ സുഖമായിട്ട്, അവർക്ക് ഒരു ടെൻഷനും ഇല്ല. അള്ളാഹു അവരുടെ കടങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മക്കോ ലക്ഷങ്ങളുടെ കടമുണ്ടോ? ഒന്നുമില്ല. കടയെ കച്ചു എല്ലാം ഉണ്ട്, എന്നാലും ടെൻഷനാ. ടെൻഷൻ കൊണ്ട് എന്താ ഉപകാരമുള്ളത്? ഒരാൾ ടെൻഷൻ അടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? പരമനുഷ്യന്മാരുണ്ടോ? ഉണ്ട്, നേരത്തെ പോകാം, അത്രയേ ഉള്ളൂ. നീ ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ കാര്യങ്ങൾ നടക്കാറില്ല. ടെൻഷൻ എന്തിനാ അടിക്കണേ? എൻ്റെ പ്രിയപ്പെട്ട പലർക്കും വലിയ ടെൻഷനാണ്. പഠിക്കണം, ഞാൻ വിഷയത്തിൽ നിന്ന് മാറിപ്പോവില്ല. ടെൻഷൻ അടിക്കുമ്പോൾ എന്തറിയോ, അള്ളാഹുവിൻ്റെ തീരുമാനം അംഗീകരിക്കാത്തതിന് തുല്യമാണ് ടെൻഷൻ. അള്ളാഹുടെ തീരുമാനം ശരി, എനിക്ക് അസുഖം വന്നു, എനിക്ക് കടം വന്നു, എനിക്ക് പ്രയാസം വന്നു, അപ്പോൾ ടെൻഷൻ. അപ്പം എന്താ, അള്ളാഹ് നീ ചെയ്ത ആ ഒരു നിന്റെ തീരുമാനം ശരിയായില്ല എന്നുള്ളതിന് തുല്യമാണ്. എൻ്റെ പ്രിയപ്പെട്ട പേര്, ദുനിയാവാണോ നിന്റെ ചിന്ത, നിന്റെ കാര്യം പോയി. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുകളിൽ ആകാശം, താഴെ ഭൂമി. അസ്രായിൽ വരും, മയ്യത്ത് കെട്ടിൽ വരും, 3 കഷ്ണം തുണി അങ്ങോട്ട് കുളിച്ചൊരുങ്ങി ഇടണം, പോണം. ഈ ചിന്ത നടക്കുന്നവന് എന്ത് ടെൻഷനാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ആഹാരം അതല്ല തരും, വീട് അതല്ല തരും, മക്കൾ അതല്ല നോക്കും. അവനെ സംബന്ധിച്ചിടത്തോളം തവക്കൽതു അലല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇങ്ങനൊരു ടെൻഷൻ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കൊള്ളണം, ഇത് റബ്ബ് നിനക്ക് തന്നിരിക്കുന്ന പണിഷ്മെന്റാ. നന്നാകണം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ശുഅലല്ലാ യതളറഉ മിൻഹു അബദാ. രണ്ടാമത്തെ ശിക്ഷ, ഒരു കാലത്തും തീരാത്ത ജോലി, എപ്പോഴും ബിസി ആയിരിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എപ്പോഴും ബിസി, എപ്പോഴും തിരക്ക്, ജോലി 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 ജോലി, ഒന്നിനും സമയമില്ല. തിന്നാൻ, ഉറങ്ങാൻ, ഭാര്യയുടെ കൂടെ കിടക്കാൻ പോലും സമയമില്ല. രാവും പകലും ജോലി, എപ്പോ ചോദിച്ചാലും ടെൻഷൻ, തിരക്ക ബിസിയ, തിരക്ക ബിസിയ, എപ്പോഴും ഇത് തന്നെ. അവനൊന്നിനും സമയം കിട്ടൂല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഫോൺ വിളിച്ചാൽ എടുക്കൂല, കല്യാണത്തിന് വിളിച്ചാൽ വരിക, മരണത്തിന് വിളിച്ചാൽ വരില്ല, ഭാര്യ വിളിക്കുന്നു, ഒക്കെ വിളിക്കുന്നു, ഒന്നുമില്ല. എപ്പോഴും തിരക്ക്, എപ്പോഴും തിരക്ക്, ജോലി 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 ജോലി. അത് അള്ളാഹ് അവന് കൊടുത്തിരിക്കുന്ന ശിക്ഷയാണെന്ന് നബിയിന റസൂലുള്ളാഹി. പണ്ടൊക്കെ തിരക്കാന്ന് പറഞ്ഞാൽ അതൊരു അഭിമാനമായിരുന്നു. ഇപ്പം അതൊക്കെ പോയി. ഉറങ്ങാൻ സമയമുണ്ടോ നാസറിനെ? ചിന്തിക്കേണ്ടത് ഉറങ്ങാൻ സമയത്ത് ഭക്ഷണം കഴിക്കണ എത്ര പേരുണ്ട്? ഈ അണ്ണനെ വിട്ടേ, അണ്ണൻ്റെ കാര്യം ഞാൻ വിട്ടേട്ടെ. സമയത്തിന് ഭക്ഷണം കഴിക്കണ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ഒന്ന് കൈവക്കിക്കേ. സമയത്ത് ഭക്ഷണം കഴിക്കുന്ന എത്ര പേര്? എന്താ കഴിക്കാത്ത? അസുഖം വല്ലതും ഉള്ളതുകൊണ്ടാ? അല്ല.
എടാ രാവിലെ 8 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം, ഉച്ചയ്ക്ക് 1 മണിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണം, വൈകുന്നേരം ചായ പോട്ടെ, രാത്രി ഇശായിക്ക് മുമ്പ് ഭക്ഷണം കഴിക്കണമെന്നാ. നമ്മൾ എത്ര പേരുണ്ടെന്ന്? എന്താ നിന്റെ കഴുത്തിൽ ആരെങ്കിലും പിടിച്ചിരിക്കണം? ബിസി, സമയമില്ല. എപ്പോഴാ ചോറുണ്ടത് മുവാശക്ക? 3 മണിക്ക്. എന്തായിരുന്നു ജോലി? കഴുത്തിൽ ആരോ പിടിച്ചിരുന്നത് തിന്നണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇതാ ഇതുവരെ ചോറ് പോലും, ചിലർ പറയാറുണ്ട് ഷാജിക്ക ഇതുവരെ ചോറുണ്ടിട്ടില്ല, എപ്പോഴും 4 മണിക്ക് ചോറുണ്ടിട്ടില്ല. എന്ത് ആരെങ്കിലും പിടിച്ചു വെച്ചിരുന്ന തിന്നണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരിക്കലും തീരാത്ത ജോലി. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. സമയത്തിന് തിന്ന്, ഇല്ലെങ്കിൽ താഴേക്കുള്ള യാത്ര എളുപ്പമാക്കും. ഈ കഷ്ടപ്പെടുന്നത് മൊത്തവും ബിലിവേഴ്സിൽ കൊടുക്കാം. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കൊടുക്കാനേ കാണും. 3 ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 3-മത്തത് ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. ദുനിയാവാണ് ചിന്തയെങ്കിൽ, ഈ ദുനിയാവിനോടുള്ള ആർത്തിയാണെങ്കിൽ തീരുവോ? ഒരു കാലത്തും അവന്റെ ദാരിദ്ര്യം തീരൂല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. പടച്ചവനെ, പ്രായമായി ഇപ്പോഴും ജോലിയാ, തിരക്കാ, കഷ്ടപ്പാട്. ആരെ? മക്കളെ കെട്ടിക്കുക, ഉപ്പാപ്പായി കെട്ടിക്കുക, അങ്ങനെ ചിലവാ. തന്നെ ജോലി ജോലി ജോലി. ആർക്കുണ്ടാക്കണം? അല്ലാഹു അറിയില്ല. തിന്നുന്നുണ്ടോ? ഈ കഷ്ടപ്പെടുന്ന ഈ മനുഷ്യൻ കഴിക്കാറുണ്ടോ വയറ് നിറച്ച്? യോഗമില്ല. ഒരിക്കലും തീരില്ല ദാരിദ്ര്യം. എത്ര ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദുനിയാവാണ് നിന്റെ ചിന്തയെങ്കിൽ, ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയിലാണ് നീ നടക്കുന്നതെങ്കിൽ, മോനെ, നിനക്ക് അല്ലാഹു തരുന്ന 3-മത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഒരിക്കലും തീരാത്ത ദാരിദ്ര്യമാ. 4-മതായിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് 3-മത് പറയുന്നു, ഫഖറല്ല യബ്ലുഗിനാ അബദാ. ഒരിക്കലും തീരാത്ത ദാരിദ്ര്യം. 4-മത്തെ കാര്യം എന്തെന്നറിയുമോ? പഠിക്കണം. ഇന്നത്തെ യുവതലമുറ, വളർന്നു വരുന്ന തലമുറ പഠിക്കണം. ദുനിയാവിന്റെ ചിന്തയും നടക്കുമ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളും ശരീഅത്തിന്റെ നിയമങ്ങളും ചവിട്ടി തേച്ചിട്ട് പെട്ടെന്ന് പണക്കാരനാകാൻ, ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയുമായി നടക്കുന്ന യുവത്വവേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അംലാ യബ്ലഗു മിൻതഹാ അബദാ. ഒരിക്കലും പൂവണിയാത്ത സ്വപ്നങ്ങള്, ഒരിക്കലും പൂവണിയാത്ത സ്വപ്നങ്ങള്, ഒരിക്കലും അവന്റെ ആഗ്രഹങ്ങൾ തീരുകയില്ല, അവന്റെ സ്വപ്നങ്ങൾ പൂവണിയുകയില്ല. മോഹങ്ങളാണ്, മോഹങ്ങളാണ്, മോഹങ്ങളാണ്. റസൂലുള്ളാഹി പറയുന്നു, 4-മത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അവന്റെ ആഗ്രഹം ഒരു കാലത്തും തീരൂല, അവന്റെ മനസ്സ് തൃപ്തിപ്പെടാൻ കഴിയൂല. ഒരിക്കലും തീരാത്ത മോഹം, ഒരിക്കലും തീരാത്ത മോഹം. കോടിക്കണക്കിന് ആശയുണ്ടെങ്കിലും അവന് പിന്നെയും അത്യാഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവന്റെ ഹൃദയം ഒരിക്കലും കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടൂല. അവന്റെ ഹൃദയം ഒരിക്കലും തൃപ്തിപ്പെടാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് റബ്ബ് ഹൃദയത്തിൽ തരുന്ന 4 പരീക്ഷണങ്ങളാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരുന്ന, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ദുനിയാവിന്റെ ചിന്തയുമായി നടക്കുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ഹൃദയത്തിൽ നിനക്ക് റബ്ബ് തരുന്ന 4 ശിക്ഷകളാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ, ഈ ദുനിയാവിനോടുള്ള ചിന്ത കാരണമാണ് നീ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ലോട്ടറി എടുക്കുന്നത്, വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. എങ്കിൽ അല്ലാഹ് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറഞ്ഞത് എന്തെന്നറിയുമോ? യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹി
ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ പാപങ്ങളെ കുറിച്ച്, ഈ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു. യസ്അലൂനക അനിൽ ഖംരി വൽ മൈസർ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുന്നു, നബിയേ, നിന്നോടവർ മദ്യത്തെക്കുറിച്ചും മൈസറിനെ കുറിച്ചും അങ്ങയോട് ചോദിക്കും നബിയേ. അല്ലാഹുവിന്റെ ഖുർആൻ അവിടെന്ന് പറയുന്നു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, നബിയേ, അവര് വന്നിട്ടും മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അങ്ങയോട് ചോദിക്കും. അതാണ് എൻ്റെ അർത്ഥം. അങ്ങയോട് വന്നിട്ട് ചോദിക്കും. കള്ളിനെ കുറിച്ചും കള്ളു കുടിക്കുന്നതിനെ കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും അങ്ങയോട് ചോദിക്കും. ആ ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അവ രണ്ടിലും ഗുരുതരമായ പാപമുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കണം നബിയെ. ഖുർആൻ പറയാം, കള്ളു കുടിക്കുന്നതിലും ഈ ചൂതാട്ടത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയണം, അവ രണ്ടിലും വലിയ ഗുരുതരമായ പാപമുണ്ട്. ജനങ്ങൾക്ക് ചില പ്രയോജനങ്ങളുണ്ട്, ഇല്ല എന്നല്ല, ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ നിന്ന് പറയുന്നു, കുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ്. ഖുർആൻ പറഞ്ഞു, ജനങ്ങൾക്ക് ചില പ്രയോജനമുണ്ട്, എന്നാൽ അവയിലെ പാപത്തിന്റെ അംശം പ്രയോജനത്തിനേക്കാൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വലുതാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ പറഞ്ഞു, അതിനകത്തുള്ള പ്രയോജനത്തിനേക്കാൾ വലുതെന്താ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പാപമാ, നാശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. വ്യക്തമായി പറയാൻ കാരണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താണ് അതിൻ്റെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, ഈ കാരുണ്യയുടെയൊക്കെ പൈസ ആർക്കാ പോന്നെ? കുറച്ച് പൈസ പാവങ്ങൾക്ക് പോകുന്നില്ലേ അല്ലേ? കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പറയാറില്ലേ, എന്തിനാ ഇത് ഫണ്ടിലേക്ക്, പാവങ്ങൾക്ക് വേണ്ടിയാ എന്ന് പറഞ്ഞു കൊണ്ടുവരുന്നവരുണ്ടല്ലോ. അപ്പൊ ജനങ്ങൾക്ക് ചില പ്രയോജനമുണ്ടെങ്കിലും അതിനേക്കാളും വലിയ പാപത്തിലേക്ക് തന്നെയാ പോകുന്ന. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള ഏർപ്പാട് എന്നാണ് ഈ മൈസർ എന്ന് പറഞ്ഞാൽ. എന്താ? യസ്അലൂനക അനിൽ ഖംർ വൽ മൈസർ. ഖുർആൻ പറയുന്നു, ഈ മൈസർ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള ഏർപ്പാട് എന്നാണ് ഇതിനർത്ഥം. അതാണ് ചൂതാട്ടം, ലോട്ടറി, അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ഇതൊക്കെ അങ്ങനെയാണല്ലോ, എളുപ്പത്തിൽ, ഒരു കഷ്ടപ്പാടുമില്ല. 10-70 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 100 രൂപ കൊടുക്കണം, എന്നിട്ട് കോടികൾ നേടണം എളുപ്പത്തിൽ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ നിന്ന് ചരിത്രം പറയുന്നു, ഈ ചൂതാട്ടം എന്ന അർത്ഥം ഒരുപാട്, അതിനെക്കുറിച്ച് വിശദീകരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ടും കിടക്കുന്നില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഖുർആൻ മദ്യത്തെയും എളുപ്പത്തിൽ ധനം സമ്പാദിക്കുവാനുള്ള ലോട്ടറി പോലുള്ള ഏർപ്പാടുകളെ ഒരേ രൂപത്തിലാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ എതിർക്കുന്നത്. കള്ളുകുടിയാണെങ്കിലും ഈ ചൂതാട്ടമാണെങ്കിലും പല മോഡലിയുണ്ടെന്ന ചൂതാട്ടം. വെറും ലോട്ടറി മാത്രമല്ല, വേറെ പല മാർഗത്തിലൂടെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ നമ്മളൊക്കെ പഴയ കാലങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ പല പല ചീട്ടുകളി, ബെറ്റുവെക്കൽ അല്ലേ, ബെറ്റുവെക്കാറില്ലേ, പെട്ടെന്ന് പൈസ, കോടികൾ. പിന്നെ പണ്ടൊക്കെ കളം വരച്ചിട്ട് റോഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കറക്കിയൊരു കളി, പൊളികളി. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. തെങ്ങിൻ്റെ മടലിൽ നിന്ന് ഇങ്ങനെ 4, 8 എന്താ അടിയില്ലേ? അത് ഞങ്ങളുടെ നാട്ടിൽ വേറെ പറയാം. ഇതൊക്കെ കളി. ഇപ്പൊ കൊച്ചു പിള്ളേര് 1, 4 ഏണിയും പാമ്പും കളിക്കുന്ന അത്രേ ഉള്ളൂ, മാറിയെന്നേ ഉള്ളൂ. പണ്ട് നമ്മൾ കാണാം, റോഡിൽ നിരന്നിരുന്നിട്ട്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, പോലീസ് വരുമ്പോൾ ഓടുന്ന കാണാം. റോഡിലിരുന്നിട്ട് കളം വരച്ചിങ്ങനെ കളിച്ചിട്ട് പൈസയ്ക്ക് വേണ്ടി അടിപൊളി 8 എന്ന് പറഞ്ഞ 8, 4, 8, 4 8, 6 1, ഇതിനൊക്കെയാണൊരു പ്രത്യേക, ഇങ്ങനെ ഇരുന്ന് കളിക്കുന്നൊരു കാലം, പൈസയ്ക്ക് വേണ്ടി കളിക്കണത്. പണ്ടത്തെ കാലം ഓർമ്മ വരുന്നുണ്ട് എല്ലാവർക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇതെല്ലാം ആ വഴിയിൽ വരും.
ഇതൊക്കെ ഇങ്ങനെ ഈ പണമുണ്ടാക്കുന്ന പൈസ വെച്ചുകൊണ്ടുള്ള കളികൾ മുഴുവനും എളുപ്പത്തിൽ. പണ്ടൊക്കെ ഓരോ വർഷങ്ങൾ കഴിയും തോറും മാറ്റങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ചീട്ടുകളി ഇപ്പോൾ പിന്നെ അങ്ങനൊന്നുമില്ല. ചീട്ടുകളിയൊന്നും പൈസ എല്ലാത്തിനും അങ്ങനെ തന്നെ. ഞങ്ങളുടെ നാട്ടിലൊരു വാപ്പായും മോനും കൂടെ ഇരുന്നിട്ട് കളിക്കണ ഒരു രംഗം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. വാപ്പായും കൊച്ചുമോനും കൂടി ഇരുന്നിട്ട് കളിക്കുക. അപ്പം ഇങ്ങനെ ഈ കളിച്ച് ഈ അവസാനം എങ്ങനെ അങ്ങോട്ട് ജയിക്കാൻ വരുന്ന സമയമുണ്ടല്ലോ, ഈ പുളി ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്ക് 6 8 ഏതൊരു സാധനം ഇങ്ങനെ ട്രിബിൾ അടിക്കുമ്പോൾ എന്തോ പെട്ടെന്ന് അപ്പം ഇങ്ങനെ പെട്ടെന്ന് ജയത്തിനോടെടുത്തിരിക്കുക. അപ്പോഴാണ് പഠിച്ചവനെ ഉപ്പാപ്പ പുറകെ ഇരുന്നിട്ട് പറഞ്ഞ അടിമോനെന്ന്. അവനാണെങ്കിൽ ഒരു ചീത്ത വിളി വാപ്പ. അവനാരാന്നറിയുന്നില്ലല്ലോ. വാശി കയറിയിട്ട് ഇങ്ങനെയുള്ള കളികൾ. അല്ലാഹു അഅലം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നീ മൈസറത്ത് അവിടെ നിന്ന് പറയും ഇന്നമൽ ഖംറു വൽ മൈസർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പണമുണ്ടാക്കാനുള്ള വഴികൾ. അതൊക്കെ അതിനാണ് അറബി വാക്ക് അങ്ങനെ പറയുക. അപ്പം അതിൽ പെട്ടതാണ്. അതുകൊണ്ടായി ചീട്ടുകളിയൊക്കെ. ഇപ്പം പിന്നെ പൈസക്കൊന്നും അല്ലല്ലോ, ആണും പെണ്ണും കുടുംബസമേതം ഇരുന്നിട്ട് പന്നി മലത്തല്ലേ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ നോക്കുമ്പോൾ ഇത് ഇത്രയും നോക്കുമ്പോൾ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ഒരു വീടിന് നോക്കുമ്പോൾ, ഞാൻ സ്ഥലം പറയുന്നില്ല, വീടിനടുത്തിരുന്നിട്ട് കളിക്കുക ആര്? പാപ്പ ഉമ്മ എല്ലാം കൂടെ പന്നി മരത്തി ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ പന്നി മരത്തി കളിയാ. ആണുങ്ങളും പെണ്ണുങ്ങളും ഇരുന്നിട്ട് കളിക്കുക. പൈസ ഇല്ലെന്ന് മാത്രം. അവസാനം പന്നി മലരുന്നത് പോലെ നരകത്തിൽ കിടക്കാതിരുന്നാൽ മതി. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് അതൊന്നും ഒരു തെറ്റല്ലാതെ മാറിയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട അടുത്തവിടെ മഗ്രിബിൻ്റെ സമയത്ത് വീട്ടിൽ കയറി പോയപ്പം എണിയും പാമ്പും കളിക്കുക. അങ്ങനെ കലർത്തി പോലീസും കള്ളനും കളിക്കണ പോലെയൊക്കെ ഇരുന്ന് ഇങ്ങനെ ഇറങ്ങുക. ഇതൊക്കെ തന്നെ ഇങ്ങനെ പല ഇതായി മാറി നമ്മുടെ മക്കളുടെ ഹൃദയത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അധ്വാനമില്ലാതെ പ്രയാസപ്പെടാതെ എളുപ്പത്തിൽ കൂടുതൽ സമ്പത്തു നേടാനുള്ള എല്ലാ ഏർപ്പാടുകളും വ്യക്തമായിട്ട് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരികയാണ്. നമുക്കെങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, നമുക്കെങ്ങനെ വേണമെങ്കിലും പടച്ചവനെ. അതാണ് അള്ളാഹ് ആദ്യം പറഞ്ഞത്. മനുഷ്യന് പണത്തിനോട് വല്ലാത്ത ആർത്തിയാണ്, സമ്പത്തിനോട് അവന്റെ ഹൃദയം ഇങ്ങനെ അടുത്തിരിക്കുകയാണ്. നിയമങ്ങൾ എന്തു വേണമെങ്കിലും പറയാ. അങ്ങനാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി ഇസ്ലാമിന്റെ നിയമങ്ങൾ വളച്ചൊടിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും എങ്കിൽ അള്ളാന്റെ റസൂല് പറയുകയാണ്, അധ്വാനമില്ലാതെ പ്രയാസപ്പെടാതെ എളുപ്പത്തിൽ കൂടുതൽ സമ്പത്ത് നേടാനുള്ള എല്ലാ ഏർപ്പാടുകളും എല്ലാ കളികളും എല്ലാ വഴികളും അള്ളാഹുവിന്റെ റസൂല് പറയുന്നു പൈശാചികമായിട്ടുള്ളതാണ്. അതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്ക്, അതെല്ലാം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്ക്. അള്ളാഹു സത്യവിശ്വാസികളോട് പറയുകയാണ്, എളുപ്പത്തിൽ അധ്വാനമില്ലാതെ കഷ്ടപ്പാടില്ലാതെ പണം സമ്പാദിക്കാൻ നടക്കുന്ന മനുഷ്യ, നിന്നെയും എന്നെയും പടച്ച അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. ഇന്നമാ യുരീദു الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ അല്ലാഹ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലയോ സത്യവിശ്വാസികളെ, അല്ലാഹുണ്ടെന്ന് വിശ്വസിക്കുന്നവരെ, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവരെ, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. അല്ലാഹു പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, മദ്യവും ചൂതാട്ടവും പ്രശ്നം വെച്ചു നോക്കലും
അതൊക്കെ പൈശാചികമായിട്ടുള്ള കാര്യമാണെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നതൊക്കെ നിങ്ങൾ വർജിക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, കള്ളു കുടിക്കുക, നമ്മൾ കുടിക്കാറില്ല. പൈശാചിക. രണ്ടാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളാരും ചൂതാട്ടം കളിക്കാറില്ല അല്ലേ? മൂന്നാമത് അല്ലാഹ് പറഞ്ഞത്, പ്രശ്നം വെച്ച് നോക്കുക. അവിടെ പോയിരുന്നിട്ട് കളം വരച്ചിട്ട് 4 എണ്ണം അവിടെ 3 എണ്ണം ഇവിടെ, സമയം ശരിയല്ല നോക്കുക. അല്ലാഹു കാക്കുമാറാകട്ടെ. വറക്കഫർ അല്ലാഹ് കാക്കുമാറാകട്ടെ. കള്ളു കുടിക്കാറുണ്ടോ? ഇല്ല. ചൂതാട്ട മറ്റേ ലോട്ടറി എടുക്കാറില്ല, ചീട്ടുകളിയില്ല, ഒന്നുമില്ല ഉസ്താദേ. പിന്നെ സമയം ശരിയാണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാറുണ്ട്. അത് ഞാൻ നോക്കിത്തരാല്ല, ഇങ്ങോട്ട് വന്നാൽ പോരെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 ദിവസം നിന്റെ ദുആയ്ക്ക് ഉത്തരമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സഫിയ ബിബി റളിയല്ലാഹു തആല അൻഹ നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, 40 ദിവസം പോയി. എന്ത് ചെയ്തത്? കള്ളുടിച്ചിട്ടാ? അല്ല. ആരെടുത്ത് പോയതിന്? ജ്യോതിശാലയം. അറബി ജ്യോതിശാലയുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. എവിടെയോ കണ്ടു. ഇവിടെ യാത്രയിൽ ഇങ്ങനെ ഒരിടത്ത് അറബി ജ്യോതിശാലയം അല്ലേ? എവിടെ അപ്പ കണ്ടത്? എവിടെ ആവട്ടെ, പോട്ടെ. എവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറബി ജ്യോതിശാല. ജ്യോതിശാല, ആ പേര് തന്നെ നിങ്ങൾ നോക്കണം. എന്താപ്പ ജ്യോതിശാലയൊക്കെ നോക്കുക? എന്താപ്പ അതൊക്കെ എപ്പോഴൊക്കെ വന്നേ? അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹ് പറഞ്ഞെന്താ? വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. സൂറത്തുൽ ലുഖ്മാൻ അല്ലാഹ് പറയുന്നു, വമാ തദ്രി നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് അള്ളാഹിക്ക് അറിയത്തുള്ളത്, വേറെ ആർക്കറിയില്ല. കണക്കുന്നു. പിന്നെ ഇസ്ലാമിക നിയമപരം ഞാൻ എല്ലാം നിഷേധിക്കുന്നില്ല. ഇസ്ലാമിൻ്റെ നിയമപ്രകാരം ചില അക്ഷരത്തിൻ്റെ കണക്കുകൾ വെച്ച് നോക്കുന്നതുണ്ട്. അത് വേറെ ഇതുമായി ബന്ധപ്പെട്ട കാര്യമൊന്നുമല്ല. കണക്കുകൾ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നോക്കുന്നതൊക്കെ ഉണ്ട്. അല്ലാതെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ കാര്യങ്ങളാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. 40 ദിവസം ഇങ്ങനെയൊക്കെ പോയി നോക്കിയാൽ തന്നെ അവൻ്റെ ഇബാദത്ത് സ്വീകരിക്കില്ല, അവൻ്റെ ദുആയ്ക്ക് ഉത്തരമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം? അല്ലാഹ് വ്യക്തമായിട്ട് പറയും, ഇതൊക്കെ കൊണ്ട് എന്ത് പ്രയോജനം? അള്ളാഹു പറയുന്നു, ശത്രുതയുണ്ടാകും. കള്ളു കുടിച്ച എന്തുണ്ടാകും? കള്ളു കുടിച്ചിട്ടല്ലേ പലരും ശത്രുക്കളായ. കള്ളു കുടിച്ചതിന്റെ പേരിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ പലരും ശത്രുക്കളായത്. 2, പണം കിട്ടിയപ്പോഴല്ലേ കൂടപ്പുറപ്പിനെ മറന്നുപോയത് അല്ലേ? സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോ കൂടപ്പുറപ്പുകളെ കാണണ്ട, മാതാപിതാക്കളില്ല, അവസാനം അവരെ ശത്രുക്കളാക്കി. 3, ഞാൻ നന്നാമെന്ന് ഇഷ്ടപ്പെടാൻ കൂടോത്തരം ചെയ്ത് അത് ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി. ഖുർആൻ വ്യക്തമായി പറയുന്നു. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇതൊക്കെ മോശമായ കാര്യങ്ങളാണ്, ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്ക്. ഈ ചിന്തകളൊക്കെ നിങ്ങൾ മറന്നുകള. ഇതൊന്നും മുസ്ലിമിന് ചേർന്നതല്ല. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഹറമ അലാ ഉമ്മത്തി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നല്ലാഹ ഹറമ അലാ ഉമ്മത്തി അൽ ഖംറ വൽ മൈസിറ വൽ മിസാറ വൽ ഖുബ വൽ ഖിനന. അംർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹു എൻ്റെ ഉമ്മത്തിന് ഹറാമാക്കിയിരിക്കുകയാ. അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. എന്താണ്? അൽ ഖംറു, കള്ളുകുടി, അൽ മൈസുറു, ചൂതാട്ടം. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റവാഹുൽ ബുഖാരി ആണെന്ന് തോന്നുന്നു ഹദീസ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹീഹു ജാമിഅ ഈ ഹദീസ് നിങ്ങൾ വ്യക്തമായി കേൾക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലാ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിന് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. എന്ത്? കള്ളുകുടി. 2, ചൂതാട്ടം. 3, വിമർശനം കിട്ടുന്ന ഒരു കാര്യമാണ്, വിമർശനം കേൾക്കുന്ന ഒരു കാര്യമാണ്. എങ്കിലും ഹദീസ് പറഞ്ഞ അർത്ഥം പറയണമല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3-ാമത്തെ കാര്യം,
മൂന്നാമത്തെ കാര്യം ചെണ്ടവാദ്യം. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇത് അടിയില്ലേ ചെണ്ടവാദ്യം. പിന്നൊരു സാധനം അതെന്താ ഈ തമ്പേർ എന്ന് പറഞ്ഞ എന്താ സാധനം? എന്താ പറയാ, ഈ രണ്ട് സൈഡ് അടിക്കണ സാധനം ഇല്ലേ അല്ലേ? ഇങ്ങനെ അതാ എനിക്ക് ഇവിടെ അറിയാത്തോണ്ടാണ്, കളിയാക്കല്ലാരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ചെണ്ട ഇങ്ങനെ അടിക്കുന്നതാണെങ്കിലും ഇങ്ങനെ തല്ലണ ഒരു സാധനം ഉണ്ടല്ലോ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു എൻ്റെ മോൻ ഇങ്ങനെ പറയണിട്ട് വാപ്പ വരുമ്പോൾ ഇനി ഒരു ചെണ്ട മേടിച്ചുകൊണ്ട് വരണം. എന്തായാലും ഹദീസ് കേട്ടു. അള്ളാഹു കാക്കരിച്ച് പറഞ്ഞേക്കട്ടെ. എൻ്റെ മോൻ ഇങ്ങനെ പറഞ്ഞു, ഇത് വാപ്പ പള്ളിയിൽ പോവാ, എന്ത് പറഞ്ഞോട്ടോ അപ്പച്ചി എനിക്ക് അടിക്കണമെന്ന് മേടിച്ചുകൊണ്ട്. എവിടെ ഇന്നലെ ഇങ്ങനെ പോകുന്ന വഴിയിൽ ഇങ്ങനെ ചെണ്ട അടിക്കുന്നുണ്ട്. ഓൻ എൻ്റെ അടുത്ത് പറഞ്ഞ് മേടിച്ചുകൊണ്ട് വരണം. എന്തായാലും ഈ ഹദീസ് ഉപകാരപ്പെട്ടു. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹു പറയുകയാ, അള്ളാന്റെ റസൂല് പറയുന്നു, അല്ലാഹുവിന്റെ വിശുദ്ധമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കള്ളുകുടി, ചൂതാട്ടം, ചെണ്ടവാദ്യവും തമ്പേറും ഹറാമാക്കിയിരിക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇവിടെ മക്കളല്ലേ പോലെ വലിയത് കഴുത്തിൽ കൂടെ തൂക്കിയിടുന്ന അടിച്ചുകൊണ്ട് നടക്കണത്. കഴുത്തിൽ കൂടെ തൂക്കിയിട്ടുണ്ട് കല്യാണ വീടുകളിലൊക്കെ അടിക്കണ്ടിട്ടില്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വൈകുന്നേരം വരെ അധ്വാനിച്ചത് അങ്ങനെ കിട്ടിയ വരുമാനത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഭൂരിഭാഗവും എവിടെയാണ് മനുഷ്യനെന്ന് ചെലവാക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇങ്ങോട്ട് നോക്ക്, നിങ്ങൾ വിട്ടുപോകല്ലേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പണി ചെയ്തു. 500, 600, 1000 രൂപ കിട്ടട്ടെ. ഈ 1000 രൂപ കിട്ടിയവൻ എത്ര കുടുംബങ്ങൾ നമുക്കറിയുന്നവരുണ്ടെന്നറിയൂ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്തു. 1000 രൂപ കിട്ടിയാൽ 60 അടിക്കാൻ അല്പം മാറ്റിവെക്കും. 60 പോയി വർക്കത്തിനടിക്കും. അടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് പടച്ചവൻ അവിടെ ഇങ്ങനെ ഒരുത്തം പെട്ടിയും വെച്ചിട്ടുണ്ട് നിൽക്കുക, ലോട്ടറി. അൽഹംദുലില്ലാഹ് അതങ്ങോട്ട് കൊടുത്തിട്ട് അവിടെ നിന്ന് ഒരു കെട്ടാ വാങ്ങുന്നത്. ഒരു കെട്ട് ശനിയാഴ്ച പൊട്ടിച്ച് വെക്കാനുള്ളൊരു കെട്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, താൻ ഒരു ദിവസം അധ്വാനിച്ചതിൻ്റെ 3% കൊണ്ട് കളഞ്ഞു. അള്ളാഹു കാക്കുമാറാകട്ടെ. അവസാനം അവൻ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതൊക്കെ കാണുമ്പോൾ പറയുന്ന ചില വാക്കുകളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാ, കിട്ടിയത് മുഴുവനും കള്ളുകുടിച്ചും ലോട്ടറി എടുത്ത് ഇവിടെ പട്ടിണിയാ, മക്കൾക്ക് കഴിക്കാനൊന്നുമില്ല എന്ന് നിലവിളിക്കുന്ന എത്ര അമ്മമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കറിയാം എത്ര പേര് കൊണ്ട് കളഞ്ഞു. കെട്ടുകണക്കിന് ലോട്ടറി എന്നിട്ട് അടിക്കാതെ വരുമ്പോൾ എടുത്ത് എറിയ, എന്നിട്ട് തീരുന്നുണ്ടോ? ഇതെടുത്ത് മുടിഞ്ഞുപോയി എത്ര പേരുണ്ട്. ഇതെടുത്ത് എത്ര പേര് ഇവിടെ കൈൽവാസികൾ ചിന്തിച്ചാൽ മതി. കൂടെ നടന്നവർ ഒരു വട്ടം ഇത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ റെഡിയായി. പിന്നെ എടുക്കാനുള്ള വട്ടം അടിക്കും. ഒരാൾ ഈ അടുത്ത് ലോട്ടറി അടിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എത്ര വർഷം കൊണ്ടെടുക്കുന്നു, എനിക്ക് ഉറപ്പായിരുന്നു അടിക്കുമെന്ന്, അതുകൊണ്ടാണ് അടിച്ചത്. വിഷുബമ്പർ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ വേണ്ട, ഇത് പാടില്ല എന്ന് അല്ലാഹുവിന്റെ ദീൻ അവിടുന്ന് പഠിപ്പിക്കുന്നത്. എല്ലാവരുടെ ഹൃദയത്തിന്റെ അകത്തും വലിയ തുകയാണ്. 100 രൂപ കൊടുത്ത് എത്ര 100 അല്ലേ ഇപ്പൊ അതിന്റെ വില? ഓണബമ്പറിന് എത്ര ആയിരുന്നല്ലോ? 400 രൂപ കൊടുത്തിട്ട് എത്ര വാങ്ങാം? 400 രൂപ കൊടുത്തിട്ട് 12 കോടി വാങ്ങാം. അതാ ലാഭം. പടച്ചവനെ, അതൊക്കെ ഉടനെ അടിച്ചാൽ മതിയായിരുന്നില്ലേ നാസറന്നെ? ഇനി മേലെ എടുത്തു പോരുതാ പരിസരത്ത് പോലെ കടൽ വണ്ടിയൊക്കെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ കുറച്ചു തുക മാത്രം അതിനായി മാറ്റിവെക്കുന്നവരുണ്ട്. ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ ആ ചെറിയ തുക ഓരോ ദിവസവും നീ ചിലവഴിക്കുന്നത് ഒരു മാസാമ്പത്ര, ഒരു വർഷാമ്പത്ര കൂട്ടാത്തെന്താ? ലോട്ടറി എടുത്തത് മാത്രം നിനക്കടിക്കും. നിനക്ക് വല്ലപ്പോഴും 5000, 2000, 10000 നീ എത്ര കളഞ്ഞിട്ടാ നിനക്കിത് കിട്ടുന്നേ? എത്ര കളഞ്ഞിട്ടാ ഇത് കിട്ടിയ? അതിൽ പറക്കത്തുണ്ട്, അത് വേറെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അതുകൊണ്ട് നിന്റെ ദുനിയാവ് നഷ്ടപ്പെടുന്നു. എടാ, അധ്വാനിക്കാതെ ഉണ്ടാക്കുന്നതൊന്നും വാഴുകയില്ല. അതിന്
ഹദീസ് വേണ്ട, ഖുർആനിന്റെ ആയത്ത് വേണ്ട, കണ്ണു തുറന്ന് പരിസരത്തൊന്ന് നോക്കിയാ മതി. ഒരിക്കലും അധ്വാനിക്കാത്തത്, കഷ്ടപ്പെടാതെ വെറുതെ ഉണ്ടാക്കിയത് കൊണ്ട് നേട്ടമില്ല. എന്നാൽ നിന്റെ ആഖിറവും പോരുകയാണ്, നിന്റെ പരലോകവും പോകുകയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ കണക്ക് പറയേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലാതെ പോകുന്നല്ലോ. എന്റെ മുസ്ലിം സമുദായമേ, ലോട്ടറി കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളോട്, എടാ നിനക്ക് അല്ലാഹനെ കുറിച്ച് ബോധമില്ലേ? നീ അല്ലാഹുടെ മുന്നിൽ പോകേണ്ടവനാണെന്നുള്ള ചിന്തയില്ലേ? അന്നബി ബർസത്തുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസൂലു ഖദമ അബ്ദി യൗമിൽ ഖിയാമ ഹത്താ യുസ്അലു അൻ അർബഅ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ലാ തസൂലു ഖദമ അബ്ദിന യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ കോടതിയില് ഒരടിമയും വെച്ചിരിക്കുന്ന കാലനക്കൂല, വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കുകയില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, 4 ചോദ്യങ്ങൾ ചെയ്യപ്പെടാതെ, 4 ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറയാതെ ചവിട്ടിയിരിക്കുന്ന കാലം നനക്കാ ഒരടിമയ്ക്കും കഴിയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇവിടെ വെച്ചാൽ അനക്കാൻ പറ്റും, ഇവിടെ വെച്ചാൽ എവനെ കൊന്നിട്ട് വേണമെങ്കിലും പണമുണ്ടെങ്കിൽ ഇറങ്ങി വരാമടാ, എത്ര വലിയ കേസും ഇല്ലാതെയാക്കാം. അത് ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും, എങ്കിൽ ഈ ലോകത്തിന്റെ അധിപനായ നീതിമാനായ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഒന്നും നടക്കില്ലടോ. അവിടെ ഇരിക്കുന്നത് നീതിമാനായ അല്ലാഹുവാണ്. ആ റബ്ബിന്റെ മുന്നിൽ അല്ലാഹു 4 ചോദ്യങ്ങൾ ചോദിക്കും, അതിന് മറുപടി പറയാതെ നിന്റെ കാലനക്കാൻ പറ്റൂല. ചെമ്പിന്റെ തറയിൽ നിന്ന് ഉരുകും മനുഷ്യ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഒന്നാമത്തെ ചോദ്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഉംരിഹി ഫീമാ ഫിനാ വഅൻ ഇൽമിഹി ഫീമാ ഫഅല വഅൻ മാലിഹി മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബിന്റെ മുന്നിൽ ഈ പായിപ്പാട് പള്ളിപ്പറമ്പിൽ നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് 2ാമത് മസൂർ എന്ന് പറയുന്ന കാഹളത്തിൽ ഊതുമ്പോ അവിടെ നിന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകൾ അവിടെ നിന്ന് നയിക്കുകയാണ്. ആട്ടും മേടങ്ങള് ആട്ടും കൂട്ടങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ മലക്കുകൾ പറയുന്നു, നടക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയില് ആ മഹ്ശറയുടെ മൈതാനത്ത് കൊണ്ടുപോയി നിർത്തുമ്പോ അല്ലാഹു ചോദിക്കുന്നു, സിറാജേ, എന്റെ റബ്ബെന്നോട് ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്താ? എടാ നിനക്ക് ഞാൻ 36 കൊല്ലം നൽകിയില്ലേ? നിനക്ക് ഞാൻ തന്ന ആയുസ് നീ എന്തിനു വേണ്ടിയടാ ചെലവഴിച്ചത്? ഇന്ന് ഞാൻ മരിച്ചു പോയാൽ, ഇന്നത്തെ രാത്രി ഞാൻ എങ്ങാനും മരണപ്പെട്ടു പോയാ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ അല്ലാഹു ചോദിക്കുകയാണ്, 34 കൊല്ലം നിനക്ക് ഞാൻ നൽകിയിരുന്നല്ലോ, എന്തിനാടാ ചെലവഴിച്ചത്? പറയണമല്ലോ, അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ എണ്ണി പറയണമല്ലോ, എനിക്ക് റബ്ബ് തന്ന ആയുസ് എന്തിനു വേണ്ടിയാണ് ചെലവഴിച്ചത്? അല്ലാഹുവേ, എന്തു പറയും സഹോദരാ? പ്രായപൂർത്തിയായ അന്ന് മുതൽ ഈ ദിവസം വരെ എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ എണ്ണി പറയണമല്ലോ. രണ്ടാമതായിട്ട് അല്ലാഹു ചോദിക്കുന്നു, സിറാജേ, അറിവ് കൊണ്ട് എന്ത് പ്രവർത്തിച്ചടാ? നിനക്കൊരുപാട് അറിവ് നൽകിയല്ലോ, നീ ഇൽമു പഠിച്ചവനായിരുന്നല്ലോ, നീ ഒരുപാട് വഅദ് പറയുന്നവനായിരുന്നല്ലോ, എന്താണ് അറിവ് കൊണ്ട് നിന്റെ ജീവിതത്തിൽ ചെയ്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത ചോദ്യമാണ്. ഈ ചോദ്യം പറയുന്നത് കൊണ്ടാണ്, ഇതറിയുന്നത് കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ദുആ ചെയ്യുമ്പോ റബ്ബിനോട് ദുആ ചെയ്തത്, അല്ലാഹുവേ, പ്രയോജനമില്ലാത്ത ഇൽമ്,
ആഴ്ച അവസാനം പറഞ്ഞ ഹദീസ്, റസൂലുള്ളാഹി ദുആ ചെയ്തത് പ്രയോജനമില്ലാത്ത ഇൽമ് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു അല്ലാ. രണ്ടാമത്തെ ചോദ്യം, ഈ പായിപ്പാട് പള്ളിക്കകത്തിരിക്കുന്നവർ, ഈ വഅദ് കേട്ടുകൊണ്ടിരിക്കുന്നവർ, ഞാൻ പറയുന്ന ഇൽമ നിങ്ങൾ കേൾക്കുകയാണ്. അല്ലാഹ് നിങ്ങളോട് നാളെ ചോദിക്കും, ഏ മനുഷ്യ, നീ പഠിച്ച ഇൽമ കൊണ്ട് നിനക്കെന്തോ പ്രയോജനമുണ്ടായി? ഇതിന് മറുപടി പറയണമല്ലോ, ഇതിന് മറുപടി പറയണമല്ലോ. മൂന്നാമത്തെ ചോദ്യം വല്ലാത്തതാ മനുഷ്യ, മൂന്നാമത്തെ ചോദ്യം വല്ലാത്തതാ. അല്ലാഹു ചോദിക്കുകയാണ്, എങ്ങനാടാ പണമുണ്ടാക്കിയത്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. അല്ലാഹ് ചോദിക്കുകയാണ്, എങ്ങനാ നീ പണമുണ്ടാക്കിയത്? അല്ലാഹുവോട് പറയണം, മനുഷ്യ, ഒരു രൂപയാണെങ്കിലും നീ അത് എങ്ങനെയുണ്ടാക്കി എന്ന് നീ അല്ലാഹുവോട് പറയണം. അതുമാത്രമല്ല, അത് എങ്ങനെ ചിലവഴിച്ചെന്നും നീ അല്ലാഹുവോട് പറയണം. സഹോദരാ, നിസാരമല്ല. എങ്ങനെയാണ് പണമുണ്ടാക്കിയത്? എങ്ങനെയാണ് ചെലവഴിച്ചത്? അല്ലാഹുവിനോട് പറയണമല്ലോ. അത് പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല, ഒരു മനുഷ്യനും കഴിയില്ല. ഒന്ന്, നിന്റെ ആയുസ് എന്തിന് ചെലവഴിച്ചു? രണ്ട്, മോനെ, നിനക്ക് ഞാൻ ഇൽമ തന്നു, അതുകൊണ്ട് നീ എന്ത് നേടി? എന്താണ് നീ പ്രയോജനപ്പെടുത്തിയത്? മൂന്ന്, സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കി? ഒന്നാമത്തെ ചോദ്യം, എങ്ങനെ ഉണ്ടാക്കി എന്നും പറയണം. എങ്ങനെ? എനിക്കിഷ്ടമുള്ള വഴിയിൽ ഉണ്ടാക്കി, എനിക്കിഷ്ടമുള്ള വഴിയിൽ, എൻ്റെ പൈസ ഞാൻ ഉണ്ടാക്കി, അത് എങ്ങനെ ചെലവഴിച്ചു? നീ എന്തിനാ തിരക്കണേ? സ്വന്തം പെണ്ണുമ്പിള്ള ചോദിക്കണ പോലും നമുക്ക് ഇഷ്ടമല്ല. അല്ലാഹു ഈമ നൽകുമാറാകട്ടെ. നിങ്ങൾ ഇത്രയും കാലം ഉണ്ടാക്കിയതൊക്കെ എവിടെ കൊണ്ടുപോയി? എൻ്റെ പ്രിയപ്പെട്ടവരെ, എങ്ങനെ ഉണ്ടാക്കിയെന്നും എങ്ങനെ ചെലവഴിച്ചു എന്നും അള്ളാഹിനോട് പറഞ്ഞിട്ടേ തിരിയാൻ പറ്റൂ. അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ. ഉണ്ടാക്കിയ കണക്ക് പറയാൻ പറ്റും, പിരിച്ച കണക്ക്, ചെലവഴിച്ച കണക്ക് പറയാൻ പറ്റുമോ? അതാ ചോദ്യം. ഭാഷക്കാക്ക നല്ലപോലെ കേട്ടിരുന്നു കേട്ടോ. പണമുള്ളവരൊക്കെ പേടിക്കേണ്ടത്, ഇല്ലാത്തവർക്കൊത്തും ഇല്ല. അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട പുതിയ വണ്ടിയൊക്കെ എടുത്തില്ല, വണ്ടി കിട്ടിയില്ലേ? അൽഹംദുലില്ലാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പം എങ്ങോട്ടാ പോകുന്നത്? ബർക്കത്തിന് നാളെ എങ്ങോട്ടെങ്കിലും പോണ്ടേ? പുതിയ വണ്ടിയൊക്കെ എടുത്തതല്ലേ? കാത്തിരുന്ന വണ്ടി. അപ്പോൾ ഹൈറാട്ടാ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപകടങ്ങളൊക്കെ തൊട്ട് അള്ളാഹു കാക്കുമാറാകട്ടെ. വല്ലപ്പോഴും നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയാൽ മതി ഇൻഷാ അല്ലാഹ്. അപ്പം മൂന്നാമത്തെ ചോദ്യം, എങ്ങനെ പണമുണ്ടാക്കി, എങ്ങനെ ചെലവഴിച്ചു? റബ്ബിനോട് പറയണം. അത് കള്ള് വിറ്റിട്ടാണെങ്കിൽ എങ്ങനെ, കഞ്ചാവ് വിറ്റിട്ടാണെങ്കിൽ എങ്ങനെ, വല്ലവനെ പറ്റിച്ചിട്ടാണെങ്കിൽ എങ്ങനെ, സർവ്വതും അള്ളാഹിനോട് പറയണം. അള്ളാഹു കാക്കുമാറാകട്ടെ. 4, തൻ്റെ ശരീരം എന്തിലാണ് നീ ഉപയോഗപ്പെടുത്തിയത്? നിനക്ക് ഞാൻ കയ്യും കണ്ണും കാലും ഒക്കെ തന്നല്ലോ, നിനക്ക് ഞാൻ ശരീരം തന്നല്ലോ, നിനക്ക് ആരോഗ്യം തന്നല്ലോ, നിനക്ക് ഞാൻ ആയുസ് തന്നല്ലോ. ഈ ശരീരം നീ എന്തിന് ചെലവഴിച്ചു? മൊബൈലിൽ കുത്താൻ ചെലവഴിച്ചോ? TV കാണാൻ ചെലവഴിച്ചോ? രാഷ്ട്രീയക്കാരന് വേണ്ടി ചെലവഴിച്ചോ? സംഘടനകൾക്ക് വേണ്ടി ചെലവഴിച്ചോ? ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ചെലവഴിച്ചോ? പള്ളിക്ക് വേണ്ടി ചെലവഴിച്ചോ? അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് പറയാതെ വെച്ചിരിക്കുന്ന കാല് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഹദീസാ. നിസ്സാരമായി തള്ളിക്കളയേണ്ടതല്ല. പടച്ചവനെ, ഇത് ഓർമ്മയുള്ള ഒരുത്തനെ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിക്കാൻ നടക്കുമോ? ഈ ദുനിയാവിന്റെ പുറകെ ഓടുമോ? ഈ ദുനിയാവിന്റെ പുറകെ ഓടുമോ? പടച്ചവനെ, ഒരു മനുഷ്യനും ഓടില്ലല്ലോ. ദുനിയാവിനോടുള്ള പ്രേമം അവന്റെ ജീവിതത്തിൽ കടന്നു വരില്ലല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് ദുനിയാവിനോട് വല്ലാത്ത ആർത്തിയാണ്, പണത്തിനോട് വല്ലാത്ത മോഹമാണ്. അതുകൊണ്ടാണ് വളഞ്ഞ വഴികൾ തേടുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, അല്ലാഹു പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, 2 കാര്യങ്ങൾ ഒഴിച്ച് മനുഷ്യന് മറ്റു എല്ലാ കാര്യങ്ങൾക്കും വാർദ്ധക്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ കാര്യങ്ങൾക്കും വാർദ്ധക്യമുണ്ട്, 2 ഒഴികെ. 2 കാര്യങ്ങൾ ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വാർദ്ധക്യമുണ്ട്.
മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വാർദ്ധക്യം ബാധിക്കും എല്ലാ കാര്യങ്ങൾക്കും രണ്ട് കാര്യങ്ങൾ കൊഴികെ. ഒന്നാമത്തെ കാര്യം ആർത്തിയാ. ആർത്തിക്ക് വാർദ്ധക്യമില്ല, ആർത്തിക്ക് വാർദ്ധക്യമില്ല. രണ്ടാമതായിട്ട് പ്രവാചകൻ പറയുന്നു, ആഗ്രഹങ്ങളുണ്ടല്ലോ, ആ ആഗ്രഹങ്ങൾക്കും പടച്ചവനെ പ്രായമാകാറില്ല. പ്രായമാകും തോറും കൂടുകയാണ്, പ്രായമാകും തോറും കൂടുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്ക്. ഈ ദുനിയാവിനോടുള്ള ആർത്തിയങ്ങ് കളാ. ഹറാമായ വഴിയിലൂടെ പണമുണ്ടാക്കരുത്, ഹലാലായ വഴിയിലൂടെ സമ്പാദിക്ക്. ചെലവഴിക്കുമ്പോഴും നീ സൂക്ഷിക്ക്. എങ്ങനെയാണ് ചിലവഴിച്ചതെന്ന് പടച്ചവനോട് പറയണമല്ലോ എന്റെ പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് ദുനിയാവിനോടുള്ള മോഹമങ്ങ് കളയുന്നതാണ് നല്ലത്. അധ്വാനിക്കാത്ത പണം വേണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്തിട്ടുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിലും രാവിലെ മുതൽ ഉച്ചവരെ കിടന്ന് നട്ടുച്ചവരെ കിടന്ന് കൈ പൊട്ടുന്ന രീതിയിൽ തൂമ്പ കൊണ്ട് കിളച്ചിട്ടാണെങ്കിലും കിട്ടുന്നത് 500 അതിന് 5000-നെക്കാളും വിലയുണ്ട് മനുഷ്യ. നട്ടുച്ചയ്ക്ക് മാർക്കറ്റിൽ പോയിരുന്ന് കച്ചവടം നടത്തിയിട്ടാണോ, അല്ലെങ്കിൽ പടച്ചവനെ കഷ്ടപ്പെട്ടിട്ടാണോ നിനക്ക് പണമുണ്ടാക്കുന്നത് എങ്കിൽ ഹലാലായ മാർഗത്തിലാണോ, അതിലൊരു ബർക്കത്തുണ്ട്. അല്ലാതെ പറ്റിച്ചും പിടിച്ചു പറിച്ചും വളഞ്ഞ വഴിയിലൂടെ ആരൊക്കെ സമ്പാദിച്ചാലും എത്ര കോടികൾ സമ്പാദിച്ചാലും പ്രയോജനമില്ല മനുഷ്യ. ഹോസ്പിറ്റലിൽ കളയാനേ കാണൂ. അവസാനം ഉണ്ടാക്കിയത് മുഴുവനും ഒരു ദിവസം നഷ്ടപ്പെട്ടിട്ട് ഒന്നുമില്ലാത്തവനെ പോലെ നടക്കേണ്ട ഗതികേടാ. അതുകൊണ്ട് ഒരാളുടെയും മനസ്സ് വേദനിപ്പിച്ചിട്ടും ഒന്നും ഉണ്ടാക്കണ്ട. ഒന്നും കൊണ്ടുപോകില്ലല്ലോ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചരിത്രം അറിയുമല്ലോ. കോടീശ്വരനായിരുന്നല്ലോ. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത മഹാനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അല്ലാഹുവേ, മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ, മരണത്തിന്റെ സമയത്ത് കിടക്കുമ്പോ കൂട്ടുകാരെടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, തങ്ങളെ വല്ല വസിയത്തും തരുമോ, എന്തെങ്കിലും ഒരു ഉപദേശം തരുമോ, ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു ഉപദേശം തരുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഈ കടത്തത്തിൽ കിടന്നുകൊണ്ട് മരണത്തിന്റെ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണം കാത്ത് കിടക്കുമ്പോ എനിക്ക് പറഞ്ഞു തരാനുള്ള ഉപദേശം എന്തെന്നറിയുവോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, എന്റെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി കബറിന്റെ അകത്ത് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ തലയുടെ അടിയിലൊന്ന് നോക്കണം, എന്റെ തലയുടെ അടിയിൽ നിങ്ങൾ നോക്കണം. ഈ ഉമർ എന്തെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? ഈ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ എന്ന് അവിടുന്ന് തന്റെ മയ്യത്തിന് താൻ മരിക്കാൻ കിടക്കുന്ന സമയം തന്റെ ചാരത്ത് വന്ന് ചോദിച്ചവരോട് പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്ക്. ഈ ദുനിയാവ് വെട്ടിപ്പിടിക്കാനുള്ള ആർത്തിയങ്ങളാ എന്റെ പ്രിയപ്പെട്ടവര്. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഒരാളുടെ സമ്പത്ത് അധികരിച്ചാൽ, പണം ഇങ്ങനെ കൂടുതൽ കിട്ടുമ്പോ, സമ്പത്ത് ഒരുപാട് കയ്യിൽ അല്ലാഹു തരുമ്പോ നീ ഒരു കാര്യം മനസ്സിലാക്കണേ. മഹാനായ ഉബൈദ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരാളുടെ സമ്പത്ത് അധികരിച്ചാൽ അവന്റെ വിചാരണ കഠിനമോ, അവന്റെ വിചാരണ കഠിനമാ. സമ്പത്ത്
സമ്പത്ത് കൂടുന്നതിനനുസരിച്ച് വിചാരണയ്ക്ക് വല്ലാത്ത കാഠിന്യമാ. ഒരാളുടെ അനുയായികൾ കൂടിയാൽ, മഹാനായ ഉമൈർ റളിയല്ലാഹു തആല അൻഹു രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, സമ്പത്ത് അധികരിക്കുന്നുണ്ടെങ്കിൽ നീ മനസ്സിലാക്കണം, നാളെ പരലോകത്ത് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. രണ്ട്, അനുയായികൾ കൂടിയാൽ ശൈത്താൻ വർദ്ധിക്കുമെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുക. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അനുയായികൾ കൂടിക്കഴിഞ്ഞാൽ കൂടെ നടക്കാൻ ആളുണ്ടോ? പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ കൂത്തുകാരം മാത്രമാ. പണമുണ്ടെങ്കിൽ 1-2 വണ്ടി പുറകിൽ ഇങ്ങനെ വരും, ആള് ഉണ്ടാകും, തീർന്ന ആരും കാണൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. സുൽത്താനിനോട് അടുപ്പം കൂടും തോറും എന്ന് പറഞ്ഞാൽ ഭരണാധികാരികളോട് അടുപ്പം കൂടും തോറും അള്ളാഹുവിനോടുള്ള അകലം വർദ്ധിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര സത്യവാ അല്ലേ, ഇല്ലേ മലയാളി അല്ലേ? നേതാക്കന്മാരോടുള്ള അടുപ്പം കൂടും തോറും താങ്ങിയല്ലേ പറ്റത്തുള്ളൂ. പല കാര്യങ്ങളും കണ്ടില്ലെന്ന് അടിക്കണം. അധികാരികളോടുള്ള അടുപ്പം കൂടും തോറും, എനിക്ക് പിണറായിയോട് അടുത്ത ബന്ധ പറയാറില്ല ചില ആൾക്കാർ അല്ലേ? പലതും നമ്മൾ കണ്ടില്ലെന്ന് അടിക്കേണ്ടി വരും, പലതും പറയേണ്ട സമയത്ത് പറയാതെ വരും. അപ്പം ഭരണാധികാരികളോട് അടുപ്പം കൂടും തോറും അള്ളാഹുവിനോടുള്ള അകലം വർദ്ധിച്ചു കൊണ്ടിരിക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് അള്ളാഹുവിലേക്കാണ് നാം എടുക്കേണ്ടത്. അള്ളാഹുവിലേക്ക് എടുക്ക്. അവിടെ നിന്ന് ദുനിയാവിനോടുള്ള ചിന്തകൾ വെടിയ്. ഈ വളഞ്ഞ വഴിയൊന്നും വേണ്ട. പണ്ടത്തെ പെണ്ണുങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയാറുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. എന്തേ പറഞ്ഞു കൊടുത്തത്? ഒരു പെണ്ണിനെ കാണിച്ചിട്ട് പറഞ്ഞു, ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാണെന്ന്. ആ പോകുന്ന പെണ്ണ് സ്വർഗത്തിലാ. ഇന്ന് ആ വഴുത് കേട്ടിട്ട് ഒരു പെങ്ങൾ എന്നെ വിളിച്ചിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹു അതിൻ്റെ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ. നല്ലപോലെ പറയാൻ പറ്റുന്നൊരു സഹോദരി സതെ കുറച്ച് വളഞ്ഞ വഴിയിലൂടെ സമ്പാദിച്ച പൈസ ഇത്തിരി വീട്ടിയിരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞല്ലോ ഹറാമായ സമ്പാദ്യം ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരുടെ ആയുസ് കുറഞ്ഞു പോകുമെന്ന്. ഹറാമായ പൈസ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടുകാരൻ്റെ ആയുസ് കുറയും. അപ്പം ആ പ്രസംഗം ആ പെങ്ങള് കേട്ടു. അള്ളാഹു അതിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അതിനൊരു പരിഹാരം അള്ളാഹു കാണിച്ചു കൊടുക്കുമാറാകട്ടെ. അപ്പം സഹോദരി ഇങ്ങനെ പറയോ അപ്പൊ ആ പണ്ടൊരു പെണ്ണിനെ കാണിച്ചിട്ട് മുത്തുനബി പറഞ്ഞു ഓള് സ്വർഗത്തിലാണെന്ന്. ഏത് പെണ്ണെന്നറിയോ? രാവിലെ ജോലിക്ക് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഭർത്താവിന്റെ കയ്യിൽ പിടിക്കും. ആ പെണ്ണ് സ്വർഗത്തിലാണെന്ന് പറഞ്ഞപ്പോൾ സഹാബി വനിതകളൊക്കെ ഓടിച്ചെന്നു ആ പെണ്ണിന്റെ അടുക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ സ്വർഗത്തിലാണെന്ന്. എന്താ നിന്റെ ജീവിതത്തിൽ ചെയ്യണത്? നിസ്കരിക്കും, ഞാനും നിസ്കരിക്കും, ഞാനും നോമ്പ് പിടിക്കും, ഞാനും സദഖ കൊടുക്കും, ഞാനും ദിക്റുകൾ ചെയ്യും, ഞാനും തഹജ്ജുദ് നിസ്കരിക്കും. അല്ല, പ്രത്യേകമായിട്ട് വല്ലതും. ഇപ്പം ഇങ്ങനെ പെണ്ണ് പറയാ, എൻ്റെ ഇക്ക രാവിലെ ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഞാൻ വിളിച്ചിട്ട് പറയും വിറക് വെട്ടുകാരനാ. രാവിലെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഈ പെണ്ണ് വിളിച്ചിട്ട് പറയും, ഹറാമായ പൈസയോ പണവോ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, പട്ടിണിയെങ്കിൽ പട്ടിണി ഞാൻ കടന്നോളാം, ഹറാമ് കൊണ്ടുവരല്ലേ എന്ന് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയും. അതുകൊണ്ടാണ് അവൾ സ്വർഗത്തിൻ്റെ അവകാശിയായത്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ ആമിന് എന്താ പറയണേ? ചിന്തിച്ചേക്ക്. നമ്മുടെ ആമിന് എന്താ പറയണേ? ഓക്കെന്ത് ഹറാം, എന്ത് ഹലാല്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി ഭർത്താവ് ഈ മാസത്തെ പലിശ കിട്ടിയോ എന്നായിക്കണ ഭാര്യ, ഈ മാസത്തെ പലിശ ഓള് പലിശ തന്നില്ലല്ലോ ഇക്ക, എന്താ പറയാ പെണ്ണുങ്ങള്? എൻ്റെ പ്രിയപ്പെട്ടവരെങ്കിലും പണ്ടങ്ങനല്ല, ഭർത്താവ് തിരുത്തും. ഞാനൊരു ചരിത്രം പറയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പഠിക്കാൻ സ്വർഗത്തിന്റെ അവകാശികളുടെ ചരിത്രം വേണോ? മഹാനായ മാലിക് ഇബ്നു ദിനാർ റളിയല്ലാഹു തആല അൻഹു കാസർഗോഡ്, പടച്ചവനെ നമുക്കറിയുമല്ലോ, മാലിക് ദിനാർ റളിയല്ലാഹു തആല അൻഹു അവിടുന്നൊരു സംഭവം പറയുകയാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് പഠിക്കാറുള്ള ചരിത്രമാണ്. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു ചരിത്രമാകട്ടെ. മഹാനായ
മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഷാമിലേക്ക് ചെല്ലുമ്പോ അവിടെയുള്ള ഫക്കീറുകളെ കുറിച്ചൊരു റിപ്പോർട്ട് ചോദിക്കുകയാണ്. ഈ നാട്ടിൽ ഷാമിലുള്ള പാവപ്പെട്ടവരെ കുറിച്ച് ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നാട്ടിലെ പാവപ്പെട്ടവരെ കുറിച്ചൊരു റിപ്പോർട്ട് ചോദിക്കുകയാണ്. അവിടുന്ന് സമർപ്പിക്കാൻ കൽപ്പിക്കുകയാണ്. സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചരിത്രം പറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മുന്നിലേക്ക് ഷാമിലെ ഏറ്റവും പാവപ്പെട്ടവരുടെ ലിസ്റ്റ് കൊണ്ടിടുകയാ. ഏറ്റവും പാവപ്പെട്ടവരുടെ ലിസ്റ്റ് കൊണ്ടിടുമ്പോ സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു പേര് കാണുകയാണ്. സഈദ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു പേര് കാണുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാ, ആരാണ് ഈ സഈദ് ഇബ്നു ആമിർ? ആരാണ് സഈദ് ഇബ്നു ആമിർ? മറുപടി, ഞങ്ങളുടെ ഗവർണറാ. സഈദ് ഇബ്നു ആമിർ ആരെന്നറിയുമോ? ഞങ്ങളുടെ രാജ്യത്തിന്റെ ഗവർണറാണ്. പടച്ചവനെ, നിങ്ങളുടെ ഗവർണറോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവിടെ അത്ഭുതത്തോടുകൂടി ചോദിക്കുകയാണ്, നിങ്ങളുടെ ഗവർണറാണോ? അവിടെ മറുപടി, അതെ. എങ്ങനെയാണ് അദ്ദേഹം ഫക്കീറായത്? അല്ലാഹുവേ, ജനങ്ങൾ പറയുന്നു എന്തു കൊടുത്താലും സ്വീകരിക്കാറില്ല. ഞങ്ങളുടെ ഗവർണർ ഏറ്റവും പാവപ്പെട്ടവനാകാനുള്ള കാരണം എന്തെന്നറിയുമോ? ആ മനുഷ്യന് ഒന്നും കൊടുത്താ വാങ്ങുകയില്ല. അതാ കൈക്കൂലി വാങ്ങുന്നവനല്ല, വളർന്ന വഴിയിലൂടെ സമ്പാദ്യം വാങ്ങുന്നവനല്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇത് കേട്ടപ്പോ അവിടുന്ന് കണ്ണുകൾ നിറയുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണുകൾ നിറയുകയാണ്. ഒരു ഗവർണർ ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനാണല്ലോ. അല്ലാഹ്, ഉമർ തങ്ങളെ ചെയ്തതെന്തെന്നറിയുമോ? 1000 ദിനാർ എടുത്തു. എന്നിട്ട് കൊണ്ടുവന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് ദൂതനോട് പറഞ്ഞു കൊടുത്തു, ഇത് നിങ്ങൾ നിങ്ങളുടെ ഗവർണറുടെ കയ്യിൽ കൊടുക്കണം. അവിടുന്ന് 100 ദിനാർ എടുത്തു. ആ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ ഗവർണറിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കണം. ഇത് ഖലീഫ തന്നുവിട്ടതാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചു കൊള്ളാ പറയണം എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുമായി ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്ത് കടന്നു വന്ന മനുഷ്യന്റെ കയ്യിലേക്ക് 100 ദിനാർ എടുത്തിട്ട്, എന്റെ പ്രിയപ്പെട്ടവരെ 1000 ദിനാർ എടുത്തിട്ട് അവിടുന്ന് കൊടുത്തു വിടുകയാണ്. ഗവർണറുടെ കയ്യിൽ കൊടുത്തിട്ട് പറയണം, സഈദ് ഇബ്നു ആമിറിനോട് പറയണം, ഇത് മുഴുവനും നിനക്കുള്ളതാണ്. സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, ഇത് നാട്ടുകാർക്ക് വേണ്ടിയുള്ളതല്ല. സ്വന്തം കാര്യത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാൻ തന്നുവിട്ടതാണെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു വിടുകയാണ്. അവിടെ ചരിത്രം പറയുന്നു, അവസാനമതാ സഈദിന്റെ വീട്ടിലേക്ക് ചെന്നു. സഈദിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അതാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തു വിട്ട കിഴിയുണ്ടല്ലോ, 1000 ദിർഹമുണ്ടല്ലോ, 1000 ദിർഹമുണ്ടല്ലോ. അവിടെ ചെന്ന് കയ്യിലേക്ക് വെക്കുമ്പോ അവിടുന്ന് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു കരയുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണറിൽ നിന്ന് കരയുകയാ. ആ സമയത്താണ് പ്രിയപ്പെട്ട ഭാര്യ വീടിനകത്തിരുന്നു കൊണ്ട് ചോദിക്കുകയാ, എന്തിനാ നിങ്ങൾ കരയുന്നത്? ഇന്നാലില്ല പറയുന്നല്ലോ, ഇസ്ലാമിന്റെ ഖലീഫ മരണപ്പെട്ടു പോയോ, ഉമർ തങ്ങൾ വഫാത്തായോ, ഇങ്ങനെ കരയുന്നത്? സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, അതിനേക്കാൾ
അതിനേക്കാളും വലിയ പ്രശ്നമാ ഇസ്ലാമിന്റെ ഖലീഫ മരണപ്പെട്ടതല്ല, അതിനേക്കാളും വലിയ വിഷയമാണ്, അതിനേക്കാളും വലിയ വ്യസനമാണ്. എന്തേ കാരണമെന്നറിയുമോ? ദുനിയാവന്റെ മുന്നിൽ വന്നിരിക്കുകയാ, ദുനിയാവന്റെ മുന്നിൽ വന്നിരിക്കുകയാ. 1000 ദിനാർ ദുനിയാവന്റെ മുന്നിൽ വന്ന് കിടക്കുന്നു. ഇത് നാശമാണല്ലോ, ഇത് നാശമാണല്ലോ. അതുകൊണ്ടാണ് അവിടെ ഇരുന്ന് കരയുന്നത്. ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പട്ടിണിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, ഏറ്റവും വലിയ പാവപ്പെട്ടവനാണ്. ആ സമയത്ത് ദുനിയാവന്റെ കയ്യിൽ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അവിടെ നിന്ന് കരയുമ്പോ ആ ഭാര്യ പറയുകയാ, ഇത് മുഴുവനും നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ. 1000 ദിനാർ നിങ്ങൾക്ക് ചെലവഴിക്കാൻ തന്നതാണല്ലോ, നിങ്ങളുടെ ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ ചെയ്തോ. അല്ലാഹുവേ, മുഴുവനും തന്റെ ഒരു ഡ്രസ്സിനകത്ത് വെക്കുകയാണ്, തന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിയുകയാണ്, തന്റെ വസ്ത്രത്തിൽ ഇങ്ങനെ പൊതിയുകയാണ്, തന്റെ ജുബ്ബയിൽ പൊതിഞ്ഞിട്ട് മുസ്ലിം സൈന്യത്തിന് വേണ്ടി 1000 ദിനാറും മാറ്റി വെക്കുകയാ. അത് മുഴുവനും അതുപോലെ 1 രൂപ പോലും എടുക്കാതെ, 1 ദിനാറ് പോലും എടുക്കാതെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി മാറ്റി വെക്കുമ്പോ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? അല്ലാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യട്ടെ, അല്ലാഹു പ്രതിഫലം നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെണ്ണുങ്ങൾ പഠിക്കേണ്ട ചരിത്രമാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ 1000 ദിനാറ് കടന്നു വന്നപ്പോ അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരന്നുകൊണ്ട് ഇന്നാലില്ല വിളിച്ചു പറയുകയാണ്. ദുനിയാവന്റെ മുന്നിൽ വന്നു എന്ത് ചെയ്യണമെന്ന് പ്രിയപ്പെട്ടവളോട് ചോദിക്കുമ്പോ ഭാര്യ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മുഴുവനും ചെയ്യാ. അവിടെ നിന്ന് പടച്ചവനെ കിട്ടിയ 1000 ദിനാർ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുമ്പോ അതാ മഹാനായ സഈദ് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യ അവിടെ ഒരേ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരേ ഒരു ചോദ്യം ചോദിച്ചു. 1000 ദിനാറും കൊടുത്തപ്പോ ഭാര്യ ഭർത്താവിനോട് ചോദിച്ചു, എന്തെങ്കിലും നമുക്ക് വേണ്ടിയൊന്ന് മാറ്റിവെച്ചുകൂടായിരുന്നോ? അത്രയ്ക്കും പട്ടിണിയാട്, ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായി. പടച്ചവനെ, ആ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവനാ, ആ നാട്ടിലെ ഏറ്റവും ദരിദ്രനാണ്. സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. AC ഓഫാക്കാൻ പറയാൻ മറന്നു കേട്ടാ. ഇപ്പൊ തുമ്മല് കെട്ടി അപ്പോഴേ പേടിയ എല്ലാവർക്കും. അള്ളാഹു നമുക്ക് ആഫിയത്ത് ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. 1000 ദിനാറും അവിടെ നിന്ന് ദീനിന് വേണ്ടി കൊടുത്തു. ഭാര്യ അവിടെ നിന്ന് ചോദിച്ചു, എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചുകൂടായിരുന്നു, എന്തെങ്കിലും ഒന്ന് മാറ്റിവെച്ചുകൂടായിരുന്നു. കാരണം ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, അത്രയും പട്ടിണിയാ, വല്ലാത്ത പ്രയാസമാ, അല്പമെങ്കിലും മാറ്റിവെച്ചുകൂടായിരുന്നോ എന്ന് ഭാര്യ ചോദിച്ചപ്പോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചരിത്രം പറയുകയാണ്, മഹാനവറുകൾ തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട്. മഹാനവറുകൾ അവിടെ നിന്ന് തിരിച്ചു ചോദിക്കുകയാ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്ന് ചരിത്രം പറയുകയാണ്. സ്വർഗീയ സ്ത്രീകളിൽ ഒരു മഹാനവറുകൾ അവിടെ നിന്ന് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാണ്. അതാ ഭാര്യ ചോദിക്കുന്നു ഭർത്താവിനോട്, പട്ടിണിയാണ്, പ്രയാസമാണ്, എന്തെങ്കിലും നിങ്ങൾക്കൊന്ന് മാറ്റി വെച്ചുകൂടായിരുന്നോ? കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും ഒന്ന് കരുതി വെച്ചുകൂടായിരുന്നോ? ഇത് മുഴുവനും കൊടുക്കേണ്ടതില്ല എന്നവിടെന്ന് പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുമ്പോ മറുപടി എന്തെന്നറിയുമോ? സ്വർഗത്തിലെ ഒരാള്, സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഒരാള് ഭൂമിയിലേക്ക് വന്നാൽ, സ്വർഗത്തിലുള്ള ഒരു പെണ്ണ്, അല്ലാഹുവിന്റെ സ്വർഗത്തിലുള്ള ഒരു പെണ്ണ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ ഈ ഭൂമി മുഴുവനും സുഗന്ധമാ, ഈ
ഭൂമി മുഴുവനും സുഗന്ധമാണ്, സുഗന്ധം കൊണ്ട് നിറയുമല്ലോ, സുഗന്ധം കൊണ്ട് നിറയുമല്ലോ എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതാ ഭർത്താവ് ഭാര്യയോട് പറയുകയാണ്, സ്വർഗത്തിലെ ഒരു പെണ്ണെങ്ങാനും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നാൽ ആ പെണ്ണിന്റെ ശരീരത്ത് നിന്നടിക്കുന്ന സുഗന്ധം കാരണം ഈ ലോകം മുഴുവനും അവിടെ നിന്ന് സുഗന്ധം അടിക്കുമായിരുന്നു എന്ന് എന്റെ മുത്തുനബി പറഞ്ഞിട്ടുണ്ടെന്ന് ഓർമ്മിപ്പിക്കുമ്പോ ആ പെണ്ണാണ് പറയുന്നതല്ലാ, അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരൊറ്റ വാക്ക് മതി, ഒരൊറ്റ വാക്കുകൊണ്ട് ആ പെണ്ണ് പടച്ചവനെ റബ്ബിലേക്ക് മടങ്ങുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അന്നത്തെ പെണ്ണുങ്ങൾ അങ്ങനായിരുന്നു. ഇന്ന് 100 രൂപ പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ 100 പോയിട്ട് 5 രൂപ പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മനുഷ്യന്റെ മനസ്സിൽ നിന്ന് പെണ്ണുങ്ങളെ മാറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമ് വേണ്ട, ഹറാമിന്റെ പണം വേണ്ട, ഹറാമിന്റെ സമ്പാദ്യം വേണ്ട, നിനക്കത് തിന്നാനുള്ള യോഗമില്ല, സുഖിക്കാനുള്ള ഭാഗ്യമില്ല. അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്, ഹറാമായ വഴിയിലൂടെയുള്ള സമ്പാദ്യം ഏത് വീടിന്റെ അകത്തുണ്ടോ കോടികൾ സമ്പാദിക്കുന്നത് എന്തിനാടാ? ആസ്വദിക്കാനല്ലേ, സുഖിക്കാനല്ലേ, അടിച്ചു പൊളിക്കാനല്ലേ? എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇല്ല, നീ ഉണ്ടാകില്ലടാ. എടാ, പണം കൊണ്ട് സുഖിക്കാൻ നിന്നെ അല്ലാഹു ഇവിടെ ബാക്കിയാക്കൂല, നിന്റെ ആയുസ് അല്ലാഹു വെട്ടിച്ചുരുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നമുക്ക് ലോട്ടറി വേണ്ട, ലോട്ടറി അടിച്ചിട്ട് കിട്ടുന്ന കോടികൾ വേണ്ട, ലോട്ടറിക്ക് വേണ്ടി 1 രൂപ പോലും ചെലവാക്കല്ലേ. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതല്ലേ, അല്ലാഹു നൽകിയത് മതി. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, 12 കോടി കണ്ടിട്ട് കണ്ണതെള്ളുന്ന മുസ്ലിമേ, 400 രൂപ കൊടുത്തിട്ട് 12 കോടി കിട്ടുമെന്നുള്ള സ്വപ്നം കാണുന്നവര് എന്തിനാടാ എല്ലാ അതുകൂടെ വാങ്ങിച്ചിട്ട് ഉള്ളത് കളയുന്നത് എന്തിനാ? റസൂലുള്ള പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അല്ലാഹു തരുന്നത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ ഒരു മുസ്ലിമിന് കഴിയണം. അത് പട്ടിണിയാണെങ്കിൽ, പ്രയാസമാണെങ്കിൽ, കടമാണെങ്കിൽ, ദാരിദ്ര്യമാണെങ്കിൽ, വേദനയാണെങ്കിൽ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹദിയായ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, അല്ലാഹുവിൽ സത്യം, അല്ലാഹുവിൽ സത്യം, 7 ദിവസമായിട്ട് മുഹമ്മദ് നബിയുടെ കുടുംബത്തിലൊന്നുമില്ല. 3 ദിവസമായി അവരുടെ തീയിൽ അടുപ്പ് കത്തിച്ചിട്ട്. മഹാനാ മഹദിയായ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, 7 ദിവസമായി അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിനകത്ത് ഒന്നുമില്ല, തീ കത്തിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞു. ഒന്ന് തീ പുകഞ്ഞിട്ട് ദിവസങ്ങളോളം കഴിഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവിടെ പഠിക്കേണ്ടത് കൊണ്ടാ ഈ റസൂലുള്ളാഹി തങ്ങൾക്ക് ഒരൊറ്റ വാക്കു മതി സ്വർണത്തിൻ്റെ മല കിട്ടാൻ. ഉഹദ് മല സ്വർണമാക്കി കിട്ടാൻ ഒരൊറ്റ വാക്കു മതിയായിരുന്നു. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്ക്, അതാ നല്ലത്. 400 കൊടുത്ത് 12 കോടി, അതുകൊണ്ട് 400 എന്തിനാ? 10 രൂപ കൊടുത്തിട്ട് നരകം വാങ്ങുന്നത് എന്തിനാ? അള്ളാഹു നിനക്ക് തന്നതുകൂടെ നഷ്ടപ്പെടുത്തി കളയുന്നത് എന്തിനാ? ചില കാര്യങ്ങൾ ചെയ്താൽ ഉള്ളതുകൂടെ പോവാ. അള്ളാഹു കാക്കുമാറാകട്ടെ.
മഹാനായ അബ്ദുല്ലാഹിബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു തആല അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അഫ്ലഹ മൻ അസ്ലമ വരുസിഖ ഖഫാ വകനഅഹു അല്ലാഹ്. അവിടെന്ന് പറയുന്ന അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇസ്ലാം സ്വീകരിക്കുകയും ആവശ്യ നിർവഹണത്തിനും മതിയായതും മിച്ചം വരാത്തതുമായ ഉപജീവനം എന്ന് പറഞ്ഞാൽ അള്ളാഹു തന്നതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെടുക, അതൊരു സത്യവിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഗുണമാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നബി പ്രകാരം അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ഫഅ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തശ്ബഅ. അല്ലാഹുവേ, ആർത്തിയുള്ള മനസ്സിൽ നിന്ന് നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു അല്ലാഹ്. പഠിച്ചു വെച്ചോ, കഴിഞ്ഞ ക്ലാസിന്റെ അവസാനം 4 കാര്യങ്ങൾ ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂല് കാവല് ചോദിക്കുമായിരുന്നു. ഇന്ന് പഠിച്ചു വെച്ചോ, അല്ലാഹുവിന്റെ റസൂൽ എവിടുന്ന് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ നഫ്സിൻ ലാ തസ്ബഅ. പടച്ചവനേ, ആർത്തിയുള്ള മനസ്സിനെ തൊട്ട് ഞാൻ കാവലിനെ ചോദിക്കുന്നു അല്ലാഹ് എന്ന് റബ്ബിനോട് രക്ഷ ചോദിക്കുകയാണ്. അതുകൊണ്ട് ഹലാലായ മാർഗത്തിലല്ലാതെ ധനം സമ്പാദിക്കാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. ഒരിക്കലും നീ പരിശ്രമിക്കരുത്. നിനക്ക് ഹറാമ് വേണ്ട, നിനക്ക് ഹറാമായ സമ്പാദ്യം വേണ്ട. വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. അല്ലാഹ് പറഞ്ഞതാ, ഇത് ഞാൻ പറഞ്ഞതല്ല. അല്ലാഹ് ഖുർആനിലൂടെ പറയുകയാണ്, വഅഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബാ. കച്ചവടം അനുവദനീയമാക്ക്. അല്ലാഹു നിനക്ക് ഒരുപാട് അനുവദനീയമായ കച്ചവടങ്ങൾ പാടിച്ചു തന്നിട്ടുണ്ടല്ലോ. അതിലൂടെ സമ്പാദിക്ക്, അതിലൂടെ സമ്പാദിക്ക്. പലിശ നിശബ്ദമാക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, എന്ത് കച്ചവടവും ഹലാലായ കച്ചവടം, മീൻ കച്ചവടമോ അല്ലെങ്കിൽ എന്ത് കച്ചവടം, എത്രയോ കച്ചവടങ്ങൾ ചെയ്യാം. ഇന്ന കച്ചവടം ചെയ്യരുത്, ഇങ്ങനെ കച്ചവടം ചെയ്ത ഇസ്സത്ത്, അങ്ങനൊന്നുമില്ല. ചെയ്യുന്നത് എന്ത് ജോലിയാണെങ്കിലും അൽഹംദുലില്ലാ, എത്രയോ പ്രവാചകന്മാർ അധ്വാനിച്ചവരുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഹറാമുമായി പലിശയുമായി ബന്ധപ്പെടരുത്. പലിശയുമായി ബന്ധപ്പെട്ട എഴുതി വെച്ചോ, അന്നു മുതൽ നിന്റെ കഷ്ടകാലം തുടങ്ങി. അല്ലാഹു കാക്കുമാറാകട്ടെ.